ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമവുമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതുമല്ല, നമ്മുടെ സച്ചി രേവതിനെ ഭാര്യയായിട്ട് അംഗീകരിച്ച ദിവസം തന്നെയാണ്. ഇതുവരെ സച്ചിയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു സംസാരം നമ്മളോ രേവതിയോ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ തൻ്റെ ഭാര്യയാണ് രേവതി എന്നും തനിക്കിവിടെ എന്ത് അവകാശമുണ്ടോ അതേ അവകാശം രേവതിക്ക് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം പിടിച്ചടക്കിയ ആ ഒരു സന്തോഷമാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു സന്തോഷ കണ്ണുനീരിൽ നിൽക്കുന്ന രേവതിനെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിച്ചത്. അങ്ങനെ സച്ചി ഇത്രവും പറഞ്ഞിട്ടങ്ങ് മാറിപ്പോയി. അങ്ങനെ രേവതി മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുകയാണ്. ഞാൻ ഇത്രയും നാളും ദൈവത്തിനോട് പ്രാർത്ഥിച്ചതിന് ഒരു ഫലം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ വന്നതും അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ രവീന്ദ്രൻ എടി ചന്ദ്രേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഏതായാലും ചന്ദ്ര ഇത് കേട്ടതും മനുഷ്യൻ എന്നത്തിൻ്റെ സൂക്കേടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് വന്നു. പക്ഷേ അവിടെ ഒരു ബക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ സച്ചി തട്ടിമറിച്ചില്ലേ, ബക്കറ്റിനൊരു ഒറ്റ ചവിട്ട് കൊടുത്തില്ലേ, ആ ചവിട്ടിയ വെള്ളവും അവിടെ ആകെ മൊത്തം കിടപ്പുണ്ടായിരുന്നു. ചന്ദ്ര ഓടിപ്പടച്ചിങ്ങ് വന്നതാണ്, എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഓടിപ്പടിച്ച് വന്നിട്ട് എന്താ മനുഷ്യ ചോദിച്ചതും അവിടെ നിന്ന് ഒരൊറ്റ തെന്നി വീഴലായിരുന്നു. വരുന്ന സ്പീഡിൽ അതിനേക്കാളും വലിയ സ്പീഡിൽ വീഴുന്നതും കണ്ടു. ഏതായാലും നാട്ടു ഇടിച്ച ഒരൊറ്റ വീഴ്ച വീണിട്ടുണ്ട് കേട്ടോ. അപ്പം വീണതും നമ്മുടെ ചന്ദ്ര അയ്യോന്നും വിളിച്ച് വലിയ ഒച്ചയിലാണ് കാറിയത്. രവീന്ദ്രൻ എന്ത് പറ്റി ചന്ദ്ര, എന്താ പറ്റിയത്, ഇവിടെ ആരെ ഈ വെള്ളമൊക്കെ കൊണ്ടുവച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിടിച്ചെണീപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പറ്റുന്നില്ല. രവീന്ദ്രൻ എങ്ങാനും പിടിച്ചാൽ പൊങ്ങുമോ ആ ബോധലിനെ. ഏതായാലും നമ്മുടെ ചന്ദ്രനെ പിടിച്ചെണീക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോഴേക്കും എന്തിനാ മനുഷ്യ നിങ്ങൾ ഈ കിടന്ന് അലറുന്നത്, നിങ്ങൾക്ക് അലറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇന്ന് ചാന്തി മുഹൂർത്തമല്ലേ, അപ്പോൾ ഇവിടെ പൂവൊക്കെ വെച്ച് അലങ്കരിക്കണ്ടേ. അവളുടെ ചാന്തി മുഹൂർത്തത്തിന് നിങ്ങൾ പൂ വെച്ച് അലങ്കരിക്കാൻ വേണ്ടി എന്നെയാണോ വിളിക്കുന്നത്, ഞാൻ അതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞതല്ലേ. ഇപ്പം കണ്ടില്ലേ എൻ്റെ ഈശ്വര, എൻ്റെ കാല് മുഴുവൻ വേദന എടുക്കുക, എൻ്റെ കാലിന് എന്തോ പറ്റി, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭഗവാനെ ഞാനിനി ഇപ്പം എങ്ങനെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കാറുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെയും അതുപോലെ സുധി എടാ ശ്രീകാന്തേ വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഏതായാലും ഈ സമയം കൊണ്ട് നമ്മുടെ ശ്രീകാന്തും സുധിയും കൂടെ ഓടി ഇങ്ങ് എത്തിയിട്ട് സുധി പെട്ടെന്ന് വീണ് കിടക്കുന്ന കണ്ടപ്പോൾ അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മോനെ വീണടാ, ഈ അമ്മ വീണടാ, മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തു വെച്ചത്, മനഃപൂർവ്വം ആ ഭദ്രകാളി കൊണ്ടുവന്നേ വെള്ളം ഒഴിച്ചിട്ടതാ ഞാൻ വീഴാൻ വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാടി നീ വെറുതെ മഹാഭാവം പറയുന്നത്, എന്ത് വന്നാലും നീ ഏറ്റവും ലാസ്റ്റ് രേവതിയുടെ തലയിലാണല്ലോ എല്ലാം കൊണ്ടിടുന്നത്. എടാ നിൻ്റെ അമ്മേനെ പിടിച്ചെണീപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചെണീപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സച്ചിയും രേവതിയും അച്ചമ്മയൊക്കെ ഓടി വന്നിട്ട് അയ്യോ ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. നമ്മുടെ അച്ചമ്മ, അമ്മേ ഞാൻ വീണമ്മേ, എൻ്റെ കാല് ചെന്നൊരു ഒറ്റ ഇടി ഇടിച്ചു, ഒട്ടും നടക്കാൻ വയ്യ, എനിക്ക് ഒട്ടും വയ്യെന്ന് പറഞ്ഞു. ഏതായാലും സച്ചിക്ക് സന്തോഷമായിട്ടോ. സച്ചി ഇതൊക്കെ കണ്ടിട്ട് നിന്ന് ചിരിക്കുകയാണ്, മറുപടി പോലും പറയുന്നില്ല. പക്ഷേ രേവതിക്ക് എന്തോ ചെറിയ വിഷമമുണ്ട്, ഒരാൾ വീഴുമ്പോൾ മാത്രം സന്തോഷിക്കാനുമുള്ള മനസ്സ് നമ്മുടെ രേവതിക്കില്ല. അങ്ങനെ ചന്ദ്രനെ ഒരു വിധത്തിൽ എണീപ്പിച്ചിട്ട് ആ സെറ്റിയിൽ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെങ്ങനെ ഇവിടെ വെള്ളമായത്, ഇതെന്തിനാ ഇവിടെ വെള്ളം കൊണ്ടുവച്ചതെന്ന് ചന്ദ്രയല്ല രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, അല്ല പറയടി, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നത്, അങ്ങ് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഒന്നും മിണ്ടിയില്ല. മിണ്ടണ്ട, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. കാരണം രേവതിക്ക് പേടി, ഇനിയിപ്പം ആ ഒരു വിഷയം പറഞ്ഞ് ഇവിടെ വലിയ വഴക്കുണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നും മിണ്ടണ്ട, ഒന്നും പറയണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഇതൊക്കെ വേറെ ഒന്നുമല്ല, ദൈവം കൊടുക്കുന്നത് തന്നെയാ. ദൈവം പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പം ദൈവം ഓൺ ദ സ്പോട്ടിൽ പണി കൊടുക്കും. അങ്ങനെ ഒരു ചെറിയ പണി എൻ്റെ അമ്മയ്ക്ക് കിട്ടിയെന്നങ്ങ് ഓർത്തോണ്ടാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അച്ചമ്മ, അല്ല ചന്ദ്രേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ കാലിന് സത്യത്തിൽ വേദനയുണ്ടോ അതോ നീ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഇതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, സത്യമായിട്ടും എൻ്റെ കാലിന് വേദനയാ. അല്ല നീ ഇവിടെ വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നു, ഇന്ന് ഇവിടെ ശാന്തി മുഹൂർത്തം നടക്കില്ലെന്ന്. നിൻ്റെ സ്വഭാവത്തിന് നീ അങ്ങേറ്റത്തെ ചീപ്പ് പരിപാടിയും ചെയ്യുന്നേ, നിൻ്റെ അമ്മായിയമ്മയായി എനിക്ക് നന്നായിട്ട് അറിയാടി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രൻ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി കേട്ടോ, കാലിന് നല്ല വേദനയുണ്ട്.
കാലിന് നീര് വയ്ക്കാൻ തുടങ്ങി. അപ്പം തന്നെ സുധി പറഞ്ഞു, അയ്യോ അമ്മയുടെ കാലിന് നീര് വയ്ക്കാൻ തുടങ്ങിയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം, ആണോ മോനെ, അയ്യോ എനിക്ക് വയ്യേ, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? നാളെ നമുക്ക് ഏതായാലും ഇന്ന് നോക്കിയിട്ട് നാളെ ഒന്ന് തിരുമിക്കാൻ വല്ലോ. അയ്യോ അതിനൊന്നും പറ്റില്ല, സത്യമായിട്ടും എൻ്റെ കാല് വേദന എടുക്കുക, സത്യമായിട്ടും കാല് ഒടിഞ്ഞ് ഞുറുങ്ങുന്ന വേദനയാണെന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഇതേതായാലും സത്യമാണെന്നാണ് തോന്നുന്നത്. രവീന്ദ്ര നീ ഒരു കാര്യം ചെയ്യ്, കൊണ്ടുപോയി, ഇനി കൊണ്ടുപോകാതെ ഒന്നും ഇരിക്കണ്ട, കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്രനെ ഒരു വിധത്തിൽ എടുത്തു പൊക്കി കൊണ്ടുപോകാൻ തുടങ്ങുക. കൊണ്ടുപോകാൻ അവിടെ 6 കാറാണ് ഉള്ളത്, 6 കാറാണ് നമ്മുടെ സച്ചിയുടെ കാറ്. അങ്ങനെ സച്ചിയുടെ കാർ എടുത്തോണ്ടാട്ടോ പോകുന്നത്. അങ്ങനെ സച്ചിയുടെ കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അല്ല ഇവിടെ ചിലവരൊക്കെ നമ്മുടെ കാറിൽ കയറില്ലെന്നോ, നമ്മുടെ കാറിൽ കയറുന്ന എന്തോ മോശമാണെന്നൊക്കെയോ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആപത്ത് വന്നപ്പോൾ നമ്മുടെ കാറ് തന്നെ വേണ്ടി വന്നു. ഇന്നാ പിടിക്കട ശ്രീകാന്ത് എന്ന് പറഞ്ഞ് ശ്രീകാന്തിൻ്റെ കയ്യിൽ താക്കോലും കൊടുത്തിട്ട് ചെല്ല് പിന്നെ നമ്മുടെ കാറല്ല, സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും കിട്ടിയ അവസരം നമ്മുടെ സച്ചി പാഴാക്കിയില്ല, നല്ല താങ്ങ് തന്നെ താങ്ങുന്നുണ്ട് ചന്ദ്രയ്ക്കിട്ട്. ഏതായാലും ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് വല്ലാത്ത വിഷമം. അച്ചമ്മ പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇന്ന് ശാന്തി മുഹൂർത്തം കുറിച്ചതായിരുന്നു, അതിനു മുമ്പ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു, എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലേ ഈശ്വര എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ചെറിയൊരു വിഷമം. രേവതി അപ്പോഴും മനസ്സിലിങ്ങനെ ഓർക്കുന്നത്, ചന്ദ്ര പറഞ്ഞ ആ ഒരു ഇത് കിടക്കുകയാണല്ലോ, നീ രാശിയില്ലാത്തവളാണ്, നീ അപശകുനമാണ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ ഓർക്കുക, എൻ്റെ ഈശ്വര ഇനിയിപ്പം സത്യമാണോ, അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, സത്യത്തിൽ ഇനിയിപ്പോൾ എൻ്റെ ദോഷം വല്ലതും ആയിരിക്കും ഇത്, എനിക്കറിയില്ലല്ലോ ഈശ്വര, ഞാൻ എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി സ്വന്തമായിട്ട് തന്നെ രേവതിനെ അങ്ങ് ശപിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അച്ചമ്മ പറഞ്ഞു, നിങ്ങളേതായാലും വിഷമിക്കേണ്ട, മോളേതായാലും വിഷമിക്കേണ്ട, അവർ വരട്ടെ, വന്നിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞ് രേവതിനെ അച്ചമ്മ ആശ്വാസപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ സച്ചിക്ക് വലിയ വിഷമമൊന്നും ഇല്ല കേട്ടോ. സച്ചിക്ക് ശാന്തി മുഹൂർത്തം ആ കാര്യം ഈ കാര്യമൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതിരിക്കുക ആയതുകൊണ്ട് വലിയ സങ്കടവും വിഷമമൊന്നുമില്ല. ഏതായാലും ആ സമയം അങ്ങ് കഴിഞ്ഞു പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്നു നമ്മുടെ ചന്ദ്ര. അങ്ങനെ ചന്ദ്രനെ തൂക്കിയെടുത്തുകൊണ്ട് വന്നു. കുറച്ചേറെ സമയം കഴിഞ്ഞിട്ടാട്ടോ എത്തിയത്. അങ്ങനെ ചന്ദ്രനെ തൂക്കിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അല്ല എങ്ങനെയുണ്ട്, എന്താ പറ്റിയത് രവീന്ദ്ര എന്ന് ചോദിച്ചപ്പം വരുന്നുണ്ടല്ലോ, മരുമകളോട് തന്നെ അങ്ങ് ചോദിക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു മരുമകൾ, അതായത് ചന്ദ്ര പറഞ്ഞു, എന്ത് പറ്റാനാന്ന് പറഞ്ഞിട്ട് കാലങ്ങ് കാണിച്ചു കൊടുത്തു. അപ്പം കാലിലിങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ, തുണി വെച്ച് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കാല് ചെറുതായിട്ടൊന്നും മടിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് വേണം എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, കാല് കുത്താൻ പാടില്ല നിലത്ത് എന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങ് വന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അതേ നിങ്ങളുടെ മകനെന്ന് നിങ്ങളുടെ തലയെ തൊട്ടല്ലേ സത്യം ചെയ്തത്, എനിക്ക് 50 ലക്ഷം രൂപ തരാമെന്ന്. ഇപ്പം മാസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണേ, ഇനി ഇതുപോലുള്ള പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കും, അതുകൊണ്ടൊരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ അമ്മേ ഒരു കാര്യം ചെയ്യുക, അമ്മ എവിടെ നിന്നെങ്കിലും ഒരു 50 ലക്ഷം രൂപ ഇങ്ങ് ഒപ്പിച്ചെത്താ, ഇല്ലെങ്കിൽ ചിലപ്പം ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ മിണ്ടാതിരിക്കടാ, എന്തിനാടാ നീ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ പലതും ചെയ്യാം, സംസാരിക്കുന്നതിനാണ് പ്രശ്നം. ഏതായാലും വരുത്തി വെച്ചതല്ലേ, ദൈവം ഉണ്ടല്ലോ, കർമ്മത്തിനുള്ളത് ദൈവം, കർമ്മം എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ദൈവം കൊടുക്കാതിരിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എടാ നിൻ്റെ അമ്മയല്ലേടാ, നീ ആ കേസ് വിട്ടുകളാ എന്ന് പറഞ്ഞു. അല്ലെങ്കിലും ആരാ ഇവിടെ കൊണ്ട് വെള്ളവും ബക്കറ്റും വെച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ ഞാൻ പെര തുടയ്ക്കാൻ വേണ്ടി വെള്ളം എടുത്തുകൊണ്ട് വെച്ചാന്ന് പറഞ്ഞു. ഈ പാതിരാത്രി എന്തിനാ നീ പെര തുടയ്ക്കുന്നത് രേവതി, നിനക്ക് വേറെ പണിയില്ലേന്ന് ചോദിച്ചു അച്ഛമ്മ. അപ്പം പറഞ്ഞു, രേവതിക്ക് ഒരു പണിയില്ല, അതുകൊണ്ടാണല്ലോ വെള്ളം തുടയ്ക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് എന്തോ സംതിങ് തോന്നി. അപ്പോൾ അച്ചമ്മ ചോദിച്ചു, അല്ല രേവതി നീ എന്താ അവനെ തോണ്ടുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പം സച്ചി തന്നെ പറഞ്ഞു, അതേ ഇവിടെ രേവതിയുടെ ഇഷ്ടപ്രകാരമല്ല രേവതി ഇവിടെ തുടയ്ക്കാൻ തുടങ്ങിയത്, അതാര് കാരണമാണെന്നറിയാമോ? അമ്മയുടെ പുന്നാര മരുമകളായ ചന്ദ്ര മേഡം പറഞ്ഞിട്ടാണ്
രേവതി ഈ തറ മുഴുവൻ തുടച്ചതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല ചന്ദ്രൻ, നീ എന്തിനാ ഇവളെ കൊണ്ട് ഈ പാതിരാത്രി തറ മൊത്തം തുടപ്പിച്ചത്? അത് വേറൊന്നിനും അല്ല അച്ഛാ, ഇവളുടെ വീട്ടുകാർ വന്നില്ലേ ഇവിടെ, അപ്പോൾ ഇവിടെ മൊത്തം ശുദ്ധികലശം നടത്തണം പോലും. ഇവളുടെ വീട്ടുകാർ വന്ന് ഇവിടെ മുഴുവനും അശുദ്ധിയായെന്നും അത് ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് ഇവളെ കൊണ്ട് പെര തുടപ്പിച്ചത്. ഇത് കേട്ടതും അച്ചമ്മയ്ക്ക് അങ്ങോട്ട് പെരുത്ത് കയറിയില്ലേ. അച്ചമ്മ പറഞ്ഞു, ഓഹോ, ഞാൻ വെറുതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചതാണ് ഇത്രയും നേരം. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മരുമകൾക്കൊന്നും സംഭവിക്കരുതെന്ന്. എടി, എന്ത് ക്രൂരതയാടി നീ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. അപ്പം ശ്രീകാന്തും പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം എത്രമാത്രം രേവതി അടുത്തിയുടെ മനസ്സ് വേദനിച്ച് കാണുമെന്ന് അമ്മയ്ക്ക് അറിയാമോ? അമ്മയോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സഹിക്കുമോ? ഏതായാലും ഇത് വളരെയധികം മോശമായിപ്പോയി. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഓഹോ, ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവളെ കൊണ്ടുപോകത്തില്ലായിരുന്നു. ഇവള് വീണല്ലോ എന്നോർത്ത് ഇവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഇവളെ കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞ്, അതല്ലേ അച്ഛാ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും ഇവളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ഫലമാണ് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, എന്തായാലും ചന്ദ്രേ, നീ കൊള്ളാം ചന്ദ്രേ, നിന്നിൽ നിന്നും ഇത്രമാത്രം ക്രൂരത ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വലിയ പത്രാസുകാരി വന്നിരിക്കുന്നു. നീ എന്താടി ശുദ്ധിയും അശുദ്ധിയും തിരിച്ചറിയാൻ മാത്രം നിനക്ക് എന്ത് മേന്മയാടി ഉള്ളത്? അവള് കുറേ അശുദ്ധിയും ശുദ്ധിയും തിരിച്ചറിയാനേ നടക്കുക അവള്. അതെ, ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ശാന്തി മുഹൂർത്തം, അതിൻ്റെ സമയവും കഴിഞ്ഞു പോയി. ഇതെല്ലാം നീ കാരണമാണെന്ന് ഓർത്തോണം. ഇനിയിപ്പം പോട്ടെ രവീന്ദ്ര, ശാന്തി മുഹൂർത്തത്തിന് ഇനിയും നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാമല്ലോ. ഏതായാലും നിന്റെ ഭാര്യനെ നീ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ എന്നെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവളിവിടെ ശുദ്ധികലശം നടത്തും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രനും അങ്ങ് പോയി, രേവതി അങ്ങ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സച്ചി പറഞ്ഞു, അതേ ചന്ദ്ര മേഡം, ശുദ്ധികലശമൊക്കെ നടത്തുന്നത് കൊള്ളാം. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ എന്തെങ്കിലും പൂജയും വഴിപാടും അമ്പലത്തിൽ പോയി നടത്തുകയാണെങ്കിലേ ഈ ശരീരം ചിലപ്പം കേടുപാട് കൂടാതെ കിട്ടുമായിരിക്കും. മകൻ തലയിൽ തൊട്ടാണേ സത്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയപ്പോഴത്തേക്കും ചന്ദ്ര ആകെപ്പാടെ പെട്ടൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം കഴിഞ്ഞു, നേരെ പരപര വെളുത്തു. പിന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും മോനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ അമ്മയുടെ മോൻ്റെ അടുത്ത് ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി വന്ന് സംസാരിക്കുകയാണ്. അപ്പം വിവാഹക്കാരിയൊക്കെ സംസാരിക്കുന്നു. ഇതേ സമയത്ത് ആ മാനേജർ ആ ഒരു പരിസരത്ത് തന്നെ ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നു, കല്യാണക്കാരിയൊക്കെ സംസാരിച്ചു. ഏതായാലും ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി പറഞ്ഞു, അതേ പോട്ടെ, സാരമില്ല, അവൾക്കൊരു വിവാഹ ജീവിതം അതിനി നല്ല രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കിനി എന്നാ പോകേണ്ടത്, വിവാഹത്തിന് 2-3 ദിവസം മുമ്പ് പോകണമെന്ന് ചോദിച്ചപ്പം അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഇനിയിപ്പം വിവാഹത്തിന് നമുക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിച്ചു, അതെന്താ പറ്റാത്തതെന്ന് ഇങ്ങനെ അനിയത്തി ചോദിച്ചപ്പം അത് വേറൊന്നുമല്ല, അവിടെ ആരും അറിഞ്ഞിട്ടില്ല, ഇവള് വേറെ വിവാഹം കഴിച്ചാന്ന് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പം, അയ്യോ അത് നമ്മുടെ കല്യാണിക്ക് തന്നെയല്ലേ പ്രശ്നം, അത് പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആവുന്ന തരത്തിൽ അവളോട് പറഞ്ഞു താടി, പക്ഷെ അവളത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും നീ ഇവിടെ നിൽക്കാൻ, ഞാൻ പോയി മോനെ കൊണ്ട് വിട്ടിട്ട് വരാം. ഇനിയിപ്പോൾ ആരെങ്കിലും നിന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണിയുടെ വിവാഹം കഴിഞ്ഞ കാര്യം പറയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദീനെ കൊണ്ടുവിടാൻ വേണ്ടി അങ്ങോട്ടേക്ക് ശ്രുതിയുടെ അമ്മ പോയപ്പോഴത്തേക്കാണ് ആ മാനേജർ വരുന്നത്. വീട്ടിൽ സെൻസസ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു വന്ന് അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തിരക്കുക. പക്ഷേ ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് കല്യാണി എന്ന് പറയുന്ന ഒരാളുണ്ട്, പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഇയാൾക്കൊരു ചെറിയ ഡൗട്ട്, അതുകൊണ്ട് ഇയാൾ ഒരു കാര്യം ചെയ്തു, അടുത്ത വീട്ടിൽ പോയി സെൻസസ് എടുക്കാൻ വേണ്ടി ചെന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അല്ല അപ്പുറത്തെ വീട്ടിൽ ആരെയും കണ്ടില്ലല്ലോ ചേച്ചി, അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പുള്ളിക്കാരി ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്ത് ഈ മാനേജർക്ക് എല്ലാ കാര്യവും മനസ്സിലാവുകയാണ് കേട്ടോ. ഇനി ഏതായാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വേണ്ടി കുറച്ച് പൂജയും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ രേവതി. അതിൻ്റെ കാര്യമൊന്നുമില്ല, പക്ഷേ ചന്ദ്രയ്ക്ക് വേണ്ടി പൂജയും വഴിപാടും നടത്താനുള്ള മനസ്സ് നമ്മുടെ രേവതിക്കുണ്ട് കേട്ടോ. അതൊക്കെ നാളെ കാണിക്കുമെന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. ഫുൾ വിശേഷത്തിനായിട്ട് നാളെ രാവിലെ വരെ കാത്തിരിക്കുക. നാളെ രാവിലെ കറക്റ്റ് 6:45 നമ്മൾ
വിശേഷവുമായി ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ലൈവിൻ്റെ കാര്യം മറക്കരുത്. നമ്മളിന്ന് ലൈവിൽ വരുന്നുണ്ട് നമ്മുടെ പുതിയ ചാനലിൽ. ഇന്ന് 9 മണിക്ക് ലൈവിൽ വന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് നേരമൊക്കെ ഇന്ന് സംസാരിക്കുക സ്പെൻഡ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുവരെ ആരും അത് അറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ചാനൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.